ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ഓണം വ്ളോഗ്. എല്ലാവർക്കും എൻ്റെ തിരുവോണാശംസകൾ. അപ്പോൾ ഇന്ന് ഉത്രാടമാണ്. ഞങ്ങളിവിടെ ഉത്രാടത്തിനാണ് ആഘോഷിക്കുന്നത്. കാരണം തിരുവോണം സൺഡേ ആയതുകൊണ്ടും നെക്സ്റ്റ് ഡേ വർക്ക് ഉള്ളതുകൊണ്ടും ഇന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞു പൂക്കളം കാണിച്ചു തരാം. ഞാൻ എല്ലാ വർഷവും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അമ്മയും ഞാനും ഒക്കെ പൂക്കളിടുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു എങ്ങനെയും എവിടുന്നേലും കുറച്ച് പൂവൊക്കെ സംഘടിപ്പിക്കാൻ. അങ്ങനെ വഴിയിൽ നിന്നും അല്ലാതെയൊക്കെ കുറച്ച് പൂക്കളൊക്കെ സംഘടിപ്പിച്ച് ഞാനൊരു കുഞ്ഞു പൂക്കളം ഇട്ടതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ടൈം ലാപ്സ് കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഇവിടെ ക്ലോസ് ആയിട്ടുള്ള 2 മലയാളി ഫാമിലി ഫ്രണ്ട്സാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം വേറൊരു ഫ്രണ്ട്സിൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ ഞങ്ങളുടെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാഹുലും കവിതയൊക്കെ ആദ്യം എത്തിയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. വെറുതെ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴേക്കും പ്രീമയും ജിജിനും എത്തി. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ്. അപ്പോൾ അവരെത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഫുഡ് എടുക്കാനുള്ള സമയമായിരുന്നു. അപ്പം ബോയ്സ് എല്ലാവരും കൂടെ ഫുഡ് എടുക്കാൻ പോയി. ഞങ്ങൾ പുറത്തുനിന്നായിരുന്നു സദ്യ ഓർഡർ ചെയ്തത്. എല്ലാം കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ സദ്യ കഴിച്ചിട്ടാവാം എല്ലാ പരിപാടിയെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള സദ്യ ആയിരുന്നു. ഇതേപോലെ ഓണം, ക്രിസ്മസ്, പെരുന്നാൾ, ന്യൂ ഇയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നാട് കൂടുതൽ മിസ് ചെയ്യും കേട്ടോ. അവിടുത്തെ അത്ര അടിപൊളിയാക്കാൻ പറ്റില്ലെങ്കിലും നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളിതൊക്കെ ആഘോഷിക്കാൻ ശ്രമിക്കാറുണ്ട് ഇവിടെ. പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു. ഡ്രസ്സ് ഇടുക, ഒരുങ്ങിയിരിക്കുക, എല്ലാം മുന്നിലെത്തും. പക്ഷെ ഇപ്പം വലുതാകുമ്പോൾ നമ്മൾ തന്നെ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോഴാണ് ഇതൊക്കെ എന്തോരം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് റിയലൈസേഷൻ ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ അമ്മമാരൊക്കെ എല്ലാം കുക്ക് ചെയ്ത് എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരുമായിരുന്നു. അവരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയങ്ങളിലൊക്കെയെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഫ്രണ്ടിലോട്ട് വന്നു. രാവിലെ നല്ല മഴയായിരുന്നു. അപ്പോൾ കുറച്ച് വെയിൽ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. വെയിലുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബോയ്സൊക്കെ പറയുമായിരുന്നു പെട്ടെന്ന് ഫോട്ടോ എടുത്ത് നമുക്ക് പോവാം, വീട്ടിൽ തണുക്കുന്നു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രിയിലത്തെ ഫുഡിന് ഞങ്ങൾ ബാർബിക്യൂ ചെയ്യാമെന്നാണ് വിചാരിച്ച്. രാഹുലാണ് അതിൻ്റെ മാരിനേഷനൊക്കെ ചെയ്യുന്നത്, മെയിൻ ഷെഫ്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കോഴിക്കോട് നിന്നാണ് കേട്ടോ. അപ്പോൾ ഓണം സദ്യയുടെ സമയത്തൊക്കെ നമുക്ക് ചിക്കനും മീനൊക്കെ അതിലുണ്ടാവും. നിങ്ങളുടെയൊക്കെ അവിടെ അങ്ങനെയാണോ? പിന്നെ ഞങ്ങളുടെ കുറേ ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. പഴയ സോങ്സൊക്കെ വെച്ച് എല്ലാവരും വൈബ് ചെയ്യായിരുന്നു. മലയാളം സോങ്സും പഴയ തമിഴ് സോങ്സൊക്കെ വെച്ച് ഞങ്ങൾ ചുമ്മാ ഡാൻസൊക്കെ കളിക്കുമായിരുന്നു കുറച്ച് നേരം. വീടിൻ്റെ പുറകിലായിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊരു തീയൊക്കെ സെറ്റപ്പ് ആക്കിയായിരുന്നു. നല്ല തണുപ്പായതുകൊണ്ട് അവിടെ തീയുടെ അടുത്തൊക്കെ നിൽക്കാൻ നല്ല രസമായിരുന്നു. നല്ല ചൂടൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ബോയ്സ് ഓൾറെഡി കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അവർ നല്ല വൈബ് ചെയ്ത് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചിക്കനൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. രാഹുലായിരുന്നു മെയിൻ ഷെഫ്. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വരുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു. സദ്യയൊക്കെ നമ്മൾ നേരത്തെ കഴിച്ചതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അടിപൊളിയായിട്ടുള്ള ചിക്കനായിരുന്നു. അത് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് തന്നെ കഴിച്ചു. വെയിറ്റ് ചെയ്തൊന്നുമില്ല, ഉണ്ടാക്കി കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്തൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു അതവിടെ ഇരുന്നിട്ട്. ജിജി ഞങ്ങളോട് ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചിക്കനൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും തീയുടെ ചുറ്റും ഇരുന്ന് വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടി ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വെറുതെ ഇങ്ങനെ വൈബ് ചെയ്തിരിക്കുകയായിരുന്നു രാത്രിയിൽ.
അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ തിരുവോണാശംസകൾ. ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഇടുന്ന ഓണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും, എന്നാലും എല്ലാവരും കാണണം. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.